നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരാളെ കാണുക, ഇഷ്ടപ്പെടുക, സ്വന്തമാക്കാൻ തോന്നുക, സ്വന്തമാക്കിയ ശേഷവും ഓരോ സെക്കൻഡിലും ഇഷ്ടം ഇങ്ങനെ കൂടിക്കൂടി വരിക. അതൊരു പ്രത്യേക വൈബ. അതിന്റെ ഒരു ത്രില്ലിലാ ഞാൻ. ഇനി മുതൽ വിവാഹത്തിന് ശേഷമുള്ള പ്രണയം അത് ആസ്വദിക്കണം എനിക്ക്. ഇന്ന് ഞാൻ ആരുമില്ലാത്ത ആളല്ല. എനിക്ക് എല്ലാമായ ഒരു പെണ്ണുണ്ട്. സ്വന്തമായിട്ട് വീടിനകത്തേക്ക് കയറാൻ വർഷം ഒറ്റയ്ക്ക് വിട്ടത് എന്റെ തെറ്റാ. സോറി. ഒഴിവാക്കാൻ പറ്റാത്തൊരു കോളായിരുന്നതുകൊണ്ടാ. ഇനി നമുക്ക് ഒരുമിച്ചകത്തേക്ക് കയറാം. കമോൺ വർഷ. ആ പിന്നെ വർഷ എന്നെ എന്താ വിളിച്ചത്? നൈസ്. എനിക്കത് ഇഷ്ടായി. വീടിന്റെ വാതിൽ വരെ ഇങ്ങനെ ഞാൻ എടുക്കും. അയാൾ നോക്കുന്നു. ഡ്രൈവർ നോക്കുന്നു. നോക്കട്ടെ. ഇനി മുതൽ നീ എന്റെ പെണ്ണ, ഞാൻ താലി കെട്ടിയ എന്റെ പെണ്ണ്. ഇപ്പൊ പേടിയൊക്കെ മാറിയോ? മാറി. വർഷ ഇഷ്ടപ്പെട്ടോ? വീടാണോ? എല്ലാം. ഇനി ഇതിന്റെ എല്ലാ ഉടമ നീയാ. ഇതിന്റെ മാത്രമല്ല, എന്റെ ഹൃദയത്തിന്റെ. വർഷ അന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. പ്രണയത്തിന് 2 ഘട്ടങ്ങളുണ്ടെന്ന്. താലി കെട്ടിയതിന് മുൻപും താലി കെട്ടിയതിന് ശേഷവും. അങ്ങനെ നമ്മൾ പ്രണയത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വിവാഹ ശേഷമുള്ള പ്രണയത്തിലേക്ക്. ഞാനിന്ന് വെറുതെ പറഞ്ഞതാ. അതൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ? പിന്നെ നമ്മുടെ പ്രിയപ്പെട്ടവര് പറയുന്നത് മറക്കാനുള്ളതല്ലോ. ഒരാളെ കാണുക, ഇഷ്ടപ്പെടുക, സ്വന്തമാക്കാൻ തോന്നുക, സ്വന്തമാക്കിയ ശേഷവും ഓരോ സെക്കൻഡിലും ഇഷ്ടം ഇങ്ങനെ കൂടിക്കൂടി വരിക. അതൊരു പ്രത്യേക വൈബ. അതിന്റെ ഒരു ത്രില്ലിലാ ഞാൻ. ഇനി മുതൽ വിവാഹത്തിന് ശേഷമുള്ള പ്രണയം അത് ആസ്വദിക്കണം എനിക്ക്. വിക്രമേട്ടൻ പുറത്തുനിന്ന് സംസാരിക്കുന്നത് കണ്ടിട്ടാണല്ലോ ഞാൻ അകത്തേക്ക് പോയത്. അതിനു മുന്നേ എനിക്ക് വന്ന കോൾ എടുത്ത് കട്ട് ചെയ്തോ? അതിനൊക്കെ നിമിഷ നേരം മതിയല്ലോ. കോള് കട്ട് ചെയ്യുക മാത്രല്ല, ഫോൺ സൈലന്റ് മോഡ് ഇടുകയും ചെയ്തു. പോരെ? ആരാ എന്നെ വിളിച്ചത്? ഓ, അതൊന്നും ഞാൻ നോക്കിയില്ല. വർഷ ഇപ്പൊ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ ദിവസം നിന്റെ അച്ഛനമ്മമാരോ സഹോദരങ്ങളോ ആരും നിന്നെ വിളിക്കില്ല. പിന്നെ വിളിക്കുന്നത് തീരെ ഔചിത്യമില്ലാത്ത നിന്റെ കോളേജ് ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരിക്കും. മനഃപൂർവ്വം നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ അത് വേണ്ട. ഞാനൊന്ന് ചോദിച്ചാ ഏട്ടന് ദേഷ്യമൊന്നും തോന്നരുത്. ഞാൻ വന്ന് കയറിയിട്ട് 1 മിനിറ്റ് തികച്ച് നമ്മൾ സംസാരിച്ചില്ലല്ലോ. ഏട്ടൻ എപ്പോഴും ഫോൺ കോളില്ല. ഇന്നത്തെ ദിവസം ഏട്ടനെ വിളിക്കുന്നവർക്കും വേണ്ടേ ഈ ഔചിത്യമൊക്കെ? അതാണ് വർഷയുടെ ഈ സ്മാർട്ട്നെസ് ആണ് എനിക്കിഷ്ടായത്. കോടികളുടെ ബിസിനസ് ഡീലുമായി ബന്ധപ്പെട്ട ഒരു കോളാണ് എനിക്കിപ്പോ വന്നത്. പിന്നെന്തിനാ കോൾ കട്ട് ചെയ്തത്? ഭാര്യയുടെ കോളിന് സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയ ഭർത്താവ് ഭർത്താവിന്റെ ഫോണിന്റെ കാര്യത്തിലും
അത് ചെയ്യണം. ഇല്ലെങ്കിലേ ഭർത്താവ് ഏകാധിപതിയായി പോവും. ഒരു മുരടൻ ഭർത്താവ് എന്നെ ചിത്രീകരിക്കുന്നതേ എനിക്കിഷ്ടമല്ല. സോറി, അത്രയ്ക്കൊരു മുരടൻ ഭർത്താവായിട്ടൊന്നും ഞാൻ ഏട്ടനെ കണ്ടിട്ടില്ല. ആ നമ്പറിൽ തിരിച്ചു വിളിച്ച് സംസാരിച്ചോളൂ. നോ നോ നോ, കോടിക്കണക്കിനുള്ള ബിസിനസ് അല്ല, ഭാര്യയുടെ സന്തോഷമാണ് എനിക്ക് വലുത്. ഇന്നത്തെ ദിവസം നമ്മുടെ സ്വകാര്യ ദിവസമാണ്, നമ്മുടെ മാത്രം റൊമാൻറ്റിക് മൊമെന്റ്സ്. വിവാഹത്തിന് ശേഷമുള്ള ആദ്യത്തെ പ്രണയദിനം. അതിങ്ങനെ ഫോൺ വിളിച്ച് പാഴാക്കാനുള്ളതല്ല. കണക്കപ്പിള്ള പണം എണ്ണാൻ തുടങ്ങിയോ? കഷ്ടം. അച്ഛാ, ഒന്ന് അടച്ചു വെക്ക്. പൂപ്പല് കാരണം ഈ തുമ്മല്. ഈ നോട്ട് കെട്ടുകളൊക്കെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താ കൊള്ളാം. ഈശ്വര, ഈ നോട്ടൊക്കെ ഒന്ന് നിരോധിച്ചിരുന്നെങ്കി. പോയി കുളിച്ച് വൃത്തിയായി ബ്രേക്ക്ഫാസ്റ്റ് വെട്ടിവിഴുങ്ങി ട്യൂഷന് പോകാൻ നോക്കടാ. ഇന്ന് അടുക്കളേന്ന് പച്ച വെള്ളം പോലും കിട്ടുമെന്ന് തോന്നുന്നില്ല. അതെന്താ മോനെ? പിശുക്കന്റെ പണം കണ്ട അന്ന് പട്ടിണിയായിരിക്കും ഫലമെന്ന ബീന ടീച്ചർ പറഞ്ഞത്. പൈസ കള്ളം വന്നേക്കണം. എത്രയൊക്കെ പൈസ കൂട്ടി വെച്ചാലും ലക്ഷങ്ങൾ അങ്ങോട്ട് കൂടുന്നില്ല. അതറിയില്ലേ, പണം കെട്ടിപ്പൂട്ടി വെച്ചാലൊന്നും പെറ്റു പെരുകൊന്നുമില്ല. അത് ബാങ്കിലിടണം. അപ്പൊ പലിശയടക്കം തുക കൂടിക്കൊണ്ടിരിക്കും. അതെങ്ങനെ? ഇവിടെ ഒരാൾക്ക് ബാങ്കുകാരെ വിശ്വാസം വേണ്ടേ? എടി, ബാങ്കിലിട്ടാൽ അത് രേഖയാണ്. സോഴ്സ് കാണിക്കേണ്ടി വരും, പിന്നെ ടാക്സും അടക്കേണ്ടി വരും. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തിനാ ആർക്കും ഒരു പ്രയോജനം ഇല്ലാതെ ഇങ്ങനെ പണം കൂട്ടിവെച്ച് കാവലിരിക്കുന്നേ? അതിന്റെയൊക്കെ പിന്നിലെ ഈ പ്രകാശന് ചില വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അല്ലാതെ വെറും പോങ്ങനൊന്നും അല്ല ഈ പ്രകാശൻ. കുറച്ച് ഭൂമി വാങ്ങാൻ ഞാൻ നോക്കി വെച്ചിരുന്നെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ. ഈ പണം കൊടുത്ത് ആ ഭൂമി ഞാൻ സ്വന്തമാക്കും. എന്നിട്ട് ആ ഭൂമി ഈട് വെച്ച് കിട്ടുന്ന പണം കൊണ്ട് ഞാനൊരു വീടും വെക്കും. എനിക്കും നിനക്കും ഗോകുലിനും താമസിക്കാനായിട്ട് അതിമനോഹരമായൊരു വീട്. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാടി നിന്റെ ഈ ഭർത്താവ്. എന്നും ഓരോരോ കൊതിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ വിഡ്ഢിയാക്കുകയാണല്ലോ നിങ്ങളുടെ പതിവ്. ഇതും അതുപോലുള്ള കഴമ്പില്ലാത്തൊരു പറച്ചിലായിരിക്കും. തള്ളലെല്ലാം കേൾക്കാനാണ് എന്റെ വിധിന്ന് പറഞ്ഞാ മതിയല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.